നമസ്കാരം. ധനുഷ് സ്പീച്ച് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത് മേട്രൺ ഗ്രേഡ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ മേട്രൺ ഗ്രേഡ് 1 ആണ്. മേട്രൺ ആണ് പോസ്റ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. അതിൻ്റെ മെയിൻ എക്സാം ആയിരുന്നു നടന്നത്. എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ അത് 8 നവംബർ ആയിരുന്നു. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 154/2024 ആണ്. കാറ്റഗറി കോഡ് 722/2022 ആണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം വേർഷൻസും ഇംഗ്ലീഷ് വേർഷൻസും ഉണ്ട്. അതിൽ മലയാളം വേർഷൻ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കേരള PSC എക്സാം എഴുതുന്ന, പ്രിലിംസ് എഴുതുന്ന, OA എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇതിനകത്തേക്ക് ക്ലാസ്സുകൾ കാണാം, പഠിക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ, വേൽത്തമ്പി ദളവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, കുണ്ടറ വിളംബരം. വേൽത്തമ്പി ദളവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3 തിരുവിതാംകൂറിലെ ദളവ, കുണ്ടറ വിളംബരം. വേൽത്തമ്പി ദളവ എന്താണ്? തിരുവിതാംകൂറിലെ ദളവ, കുണ്ടറ വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻ, 1957 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, 1957 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1957 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. 1957 കലാപത്തിൽ ശിപായിമാർ പങ്കെടുത്തിരുന്നില്ല. രണ്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായ ജോഡി. 1, 1957 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1957 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജനറൽ അസംബ്ലി, INA ഉണ്ട്, സെക്യൂരിറ്റി കൗൺസിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തത്, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് INA ആണ് ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് വൺ, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സന്യാസൻ, കുമിന്താങ്, മാവോ സേതൂങ്, ലോങ് മാർച്ച്, മുസോളിനി, റെഡ് ഷർട്ട്. ചൈനീസ് വിപ്ലവ ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയായ ജോഡിയാണ്. സന്യാസൻ, കുമിന്താങ്, മാവോ സേതൂങ്, ലോങ് മാർച്ച്. നെക്സ്റ്റ് വൺ, ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ത്രിരത്നങ്ങൾ, അഷ്ടാംഗമാർഗ്ഗം, 4 മഹത് സത്യം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായത്. അഷ്ടാംഗമാർഗ്ഗം, 4 മഹത് സത്യം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുമ്പോൾ അഷ്ടാംഗമാർഗ്ഗം, 4 മഹത് സത്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഐക്യകേരളം രൂപീകരിക്കേണ്ടതിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. നെക്സ്റ്റ് വൺ, വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂന മർദ്ദമേഖല. ബി, സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. ഓപ്ഷൻ എ, പ്രസ്താവന എ ശരി, ബി തെറ്റ്. പ്രസ്താവന ബി ശരി, എ തെറ്റ്. 2 പ്രസ്താവനകളും തെറ്റാണ്, 2 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. 7ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് വേർഷൻ, മലയാള വേർഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഇംഗ്ലീഷ് വേർഷൻ ഇല്ല, മലയാളം വേർഷൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് അങ്ങനെ പറയട്ടെ, സോറി. അപ്പോൾ ഇതിനകത്ത് മലയാളം വേർഷൻസ് മാത്രമേ ഉള്ളൂ. മേട്രൺ ഗ്രേഡ് 1 അല്ലേ, മലയാളം വേർഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. തെറ്റുകൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ
കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്? കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? വാഴക്കുളം, പീലിക്കോട്, ശാന്തൻപാറ, ഓടക്കാലി. ആൻസർ ഈസ് വാഴക്കുളം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്ന എവിടെയാണ്? വാഴക്കുളം. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവുമാണ്. വേനൽക്കാലത്ത് വീണ്ടും കീറി വിള്ളലുണ്ടാക്കുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനും ഏതാണ്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, വനമണ്ണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, കറുത്ത മണ്ണാണ്. ഓപ്ഷൻ സി, കറുത്ത മണ്ണ്. നെക്സ്റ്റ് വൺ, കെയ്ബൂൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാം, മണിപ്പൂർ, സിക്കിം, മേഘാലയ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, മണിപ്പൂർ. ഓപ്ഷൻ ബി, മണിപ്പൂർ. നെക്സ്റ്റ് വൺ, ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? പശ്ചിമ അസ്വസ്ഥത, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്, കാൽ ബൈശാഖി, മൺസൂൺ. ആൻസർ ഈസ് ഓപ്ഷൻ എ, പശ്ചിമ അസ്വസ്ഥത. ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പശ്ചിമാശ്വസ്തത. നെക്സ്റ്റ് വൺ, ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ സിഗ്നേച്ചർ, ഓവർലാപ്പ്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സ്പെക്ട്രൽ സിഗ്നേച്ചർ. നെക്സ്റ്റ് വൺ, പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏതാണ്? ഒന്ന്, ADP ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, AIM അടൽ ഇന്നൊവേഷൻ മിഷൻ, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, എല്ലാം അനുയോജ്യമാണ്. നെക്സ്റ്റ് വൺ, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവവിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവവിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്ന പ്രക്രിയ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം. മാനവവിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത എന്നിവ. ഓക്കെ. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. സാമ്പത്തിക നയമുണ്ട് ഒരു ഭാഗത്ത്, വിവരണമുണ്ട് അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഉദാരവൽക്കരണം ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. സ്വകാര്യവൽക്കരണം ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക. ആഗോളവൽക്കരണം വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. വൺസ് മോർ, ഉദാരവൽക്കരണം ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. അടുത്തത് സ്വകാര്യവൽക്കരണം ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. അടുത്തത് ആഗോളവൽക്കരണം വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. അടുത്തത് ചേരുംപടി ചേർക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. പ്രകടമായ തൊഴിൽ ചെയ്യാൻ
സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ. ഘടനാപരമായ തൊഴിലില്ലായ്മ, സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. കാലികമായ തൊഴിലില്ലായ്മ, പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക. അടുത്തത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ, വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ. ഒൻപതാം പഞ്ചവത്സര പദ്ധതി സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. 11ാം പദ്ധതി എന്താണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചിൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? ആൻസർ ഈസ് ഓപ്ഷൻ ബി, 5.1%. 5.1%. നെക്സ്റ്റ് വൺ, യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സമുദ്രോൽപ്പന്നങ്ങൾ, സമുദ്രദ്രവ്യങ്ങൾ കോറിഡോർ. സമുദ്രോൽപ്പന്നങ്ങൾ സമുദ്രദ്രവ്യങ്ങൾ കോറിഡോർ. നെക്സ്റ്റ് വൺ, പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ അശോക് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് വൺ, ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ. ആൻസർ ഓപ്ഷൻ ഡി, അംബേദ്കർ. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 54, 42, 71, 52. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 52ാം ഭേദഗതി. നെക്സ്റ്റ് വൺ, കൺകറൻറ്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? കൃഷി, വിദ്യാഭ്യാസം, ജയിൽ, ബാങ്കിങ്. ആൻസർ വിദ്യാഭ്യാസം. അടുത്തത്, നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അയിത്ത് നിർമ്മാർജ്ജനം, കൃഷി, മൃഗപരിപാലനവും ഏകീകൃത സിവിൽ നിയമം, വ്യവസായ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ആൻസർ ഓപ്ഷൻ എ, അയിത്ത നിർമ്മാർജ്ജനം. ഓപ്ഷൻ എ, അയിത്ത നിർമ്മാർജ്ജനം. നെക്സ്റ്റ് വൺ, 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ബിൽ നമ്പർ 173/2023. ഓപ്ഷൻ സി ആൻസർ. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്റ്റായ PARAയുടെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ, PARI, പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവർക്ക് 2 സഭകളുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉള്ളി 1ഉം 2ഉമാണ് ശരി. ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അത് 2ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ, ലോക അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ലോക അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. താമസം കൂടാതെ തീർപ്പുകൾ കൽപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ഓൾ ദി എബവ് എന്താണ് ശരിയാണ്. 1, 2, 3 പ്രസ്താവനകൾ, ഈ വായിച്ച പ്രസ്താവനയൊക്കെ ശരിയാണ്. ഓക്കെ, നീതിന്യായ സംവിധാനമാണ്, ജനങ്ങളുടെ കോടതിയാണ്, താമസം കൂടാതെ
കേസുകൾ തീർപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം, ലോക അദാലത്തിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ, കല്ലേൻ പൊക്കുടൻ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്, പരിസ്ഥിതി സംരക്ഷകനാണ്, ആന്ധ്രാപ്രദേശാണ്, സ്വദേശം. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1ഉം 2ഉമാണ് ശരി അല്ലേ? ഓക്കെ, സാമൂഹ്യ പരിഷ്കർത്താവ്, പരിസ്ഥിതി സംരക്ഷകനാണ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 30, തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസിൽ വേമ്പനാട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്നു. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. വേമ്പനാട് കായലിനെ കുറുകെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെയോ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. തണ്ണീർമുക്കം ബണ്ട് മൺ റെഗുലേറ്റർ. നെക്സ്റ്റ് വൺ, വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ അല്ലേ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയായ പ്രസ്താവനയാണ്. നോക്കാം, കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. കേരള മുന്നോക്ക കമ്മീഷൻ ശ്രീ കെ ജി പ്രേംജിത്താണ്. കേരള വുമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ് അല്ലേ? കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 24 നടന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, ഓൺലി 1 and 3 ആണ് ശരി. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹേമ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഹേമ കമ്മിറ്റി നിയമിച്ചത് കേരള ഗവൺമെൻറ് അല്ലേ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ, നോക്കാം, ഹേമ കമ്മിറ്റി നിയമിച്ചത് കേരള ഗവൺമെൻറ്റാണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളുണ്ട്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ് ഹേമ കമ്മിറ്റി. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹൃദ്രോഗം, അമിതവണ്ണം, പക്ഷാഘാതം, മലേറിയ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മലേറിയ. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഏതാണ്? ആൻസർ ഈസ് ക്യൂലെക്സ് കൊതുകുകൾ. അടുത്തത്, അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്താൽ ആ കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി എന്താണ്? അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്നേഹപൂർവം. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജീവകം ഡി. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം, ആമാശയം, കുടൽ, കരൾ. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ആൻറ്റി ഡയറൂട്ടിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, പ്രൊലാക്റ്റിൻ, സൊമാറ്റോട്രോപ്പിൻ എന്നാണ് കിടക്കുന്നത്. ആൻറ്റി ഡയറൂട്ടിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ എന്താണ്? വാസോപ്രസിൻ. കണ്ണിലെ ലെൻസ് അതാര്യമാവുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഏതാണ്? തിമിരം, ഗ്ലൂക്കോമ, നിശാന്തത, ഹ്രസ്വദൃഷ്ടി. ആൻസർ ഓപ്ഷൻ എ ആണ്, തിമിരം. നെക്സ്റ്റ് വൺ, തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? ഒന്ന് മാത്രം തെറ്റായ പ്രസ്താവന, ബാക്കി നമുക്ക് വായിക്കാം. നിരങ്ങൾ കർഷണം, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നിരങ്ങൾ കർഷണം ഉരുളൻ കർഷണത്തേക്കാൾ കൂടുതലാണ്. കർഷണം കുറയ്ക്കാൻ ലൂബ്രിക്കൻറ്റുകൾ സഹായിക്കുന്നു. കർഷണം ചലനത്തെ എതിർക്കുന്നു. അത് 3ഉം ശരിയായ പ്രസ്താവനകളാണ്, വായിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ രീതിയിലുള്ള പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ആ രീതിയിലായിരിക്കും. 1, 2. TKയ്ക്ക് നെഗറ്റീവ് മൂല്യമില്ല. 1 യൂണിറ്റ് ഫാരൻഹീറ്റ് 1 ഡിഗ്രി യൂണിറ്റ് സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ വികർഷണമില്ലാത്ത ബലം ഏതാണ്? വൈദ്യുത ബലം, കാന്തിക ബലം, ന്യൂക്ലിയർ ബലം, ഗുരുത്വാകർഷണ ബലം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഗുരുത്വാകർഷണ ബലം. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ISROയുടെ കേന്ദ്രം അല്ലാത്തത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലാത്തത്. IISU, ISR, ISTRC, SDSC എന്നിവയെല്ലാം ISRO ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ. നെക്സ്റ്റ് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻഡ് പൾസുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. അറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തെ സഹായിക്കുന്നു? അറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിനെയാണ് സഹായിക്കുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനെ ആണ്. അറ്റോസെക്കൻഡ് ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ്. നെക്സ്റ്റ് വൺ. ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, പർപ്പിൾ. ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ നിറം എന്താണ്? പർപ്പിൾ. നെക്സ്റ്റ് വൺ. pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം എന്താണ്? പച്ച, നീല, മഞ്ഞ, ചുവപ്പ്. pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം എന്താണ്? ആൻസർ ഈസ് പച്ചയാണ്. ഓപ്ഷൻ എ, പച്ച. ഒരു മൂലകത്തിന് W അറ്റോമിക ഭാരവും N അറ്റോമിക സംഖ്യയുമുണ്ട്. എന്നാൽ അതിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, W - N. അറ്റോമിക ഭാരം മൈനസ് അറ്റോമിക സംഖ്യ W - N. ഇനി ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്ത് പേരിൽ അറിയപ്പെടുന്നു? വെങ്കലം, മെഗ്നാലിൻ, അമാൽഗം, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം അറിയപ്പെടുന്ന പേരെന്താണ്? അമാൽഗം എന്ന് അറിയപ്പെടുന്നു. അമാൽഗം എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ. ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിന്ന് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ സി, സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ്. സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ്. അടുത്തത്. മലയാള നോവലിലെ ശ്രദ്ധേയമായൊരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? M. മുകുന്ദൻ, OV വിജയൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, NP മുഹമ്മദ്. ആൻസർ ഓപ്ഷൻ ബി, OV വിജയൻ. അപ്പുക്കിളി OV വിജയൻ. നെക്സ്റ്റ് വൺ. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ. ആൻസർ ഈസ് ഓപ്ഷൻ എ, എഴുത്തച്ഛൻ. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു. ആരെക്കുറിച്ച്? വള്ളത്തോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, സച്ചിൻ ടെണ്ടുൽക്കർ. നെക്സ്റ്റ് വൺ. ഉയിരിൻ കൊല കുടുക്കയാക്കാവും. ഉയിരിൻ കൊല കുടുക്കാവും. കൊല കുടുക്കയ്ക്കാവും. ഉയിരിൻ കൊല കുടുക്കയ്ക്കാവും. കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഉയിരിൻ കൊല കുടുക്കയ്ക്കാവും. കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ആരുടേതാണ് വരികൾ? ഇച്ചിരി കട്ടിയായിപ്പോയി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈലോപ്പള്ളിയുടെയാണ്. നോക്കാം അല്ലേ? ഉയിരിൻ കൊലക്കുടുക്കയൊക്കെ പറയും വൈലോപ്പള്ളി എഴുതിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീകുമാരൻ തമ്പി. താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, യക്ഷഗാനം. ഏതാണ് കേരളീയ കലാരൂപം? കേരളീയ കലാരൂപം മോഹിനിയാട്ടിയാണ് കേരളീയ കലാരൂപം, മോഹിനിയാട്ടം. നെക്സ്റ്റ് വൺ. ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഏത് ജില്ലയിലാണത് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, തൃശ്ശൂർ ജില്ല. നെക്സ്റ്റ് വൺ.
വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളുടെയും അട്രിബ്യൂട്ടുകളുടെയും പ്രവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ്? വെബ് ഡിസൈനിങ്. ആൻസർ ഓപ്ഷൻ എ CSS. അടുത്തത്, ഒരു പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ സി ഗ്രിഡാണ്. വിവരസാങ്കേതിക വിദ്യ നിയമത്തിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. രണ്ടും ശരി. നോക്കാം. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൽ 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണ്ണയിക്കുന്നത്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കും. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഏതാണ്? വിറ്റ ലാബ്, IAI, ബ്ലിങ്കെക്സ്, EAI. ആൻസർ ഓപ്ഷൻ സി ബ്ലിങ്കെക്സ്. നെക്സ്റ്റ് വൺ, നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി. നോക്കാം. ഉപഭോക്താവിന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. പരിഹാരം തേടുവാനുള്ള അവകാശമുണ്ട്. ഉപഭോക്താവിന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. പരിഹാരം തേടുവാനുള്ള അവകാശവും ഉണ്ട്. നെക്സ്റ്റ് വൺ, ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാൻ ഉള്ള സമയപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 48 മണിക്കൂർ. നെക്സ്റ്റ് വൺ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി 1 ചെയർപേഴ്സണും 4 അംഗങ്ങളും. നെക്സ്റ്റ് വൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന, വിജയ് സാംബ്ല, ലവ് കുഷ് കുമാർ, അരുൺ ഹാൽദാർ. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ കിഷോർ മക്വാന. നെക്സ്റ്റ്, കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകുവാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? ആൻസർ ഈസ് 2019. നെക്സ്റ്റ് വൺ, 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റി. നെക്സ്റ്റ്, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മജിസ്ട്രേറ്റ്. നെക്സ്റ്റ് വൺ, ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് കൂട്ടിയപ്പോൾ 130 കിട്ടി. സംഖ്യ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി. 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് തോമസ് 15,000 രൂപ കടമെടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തിരിച്ചടച്ചു. ബാക്കി എത്ര രൂപ അടയ്ക്കണം? ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 5:4 എന്ന അംശത്തിലാണ്. അതിൻ്റെ പരപ്പളവ് 320 ചതുരശ്ര മീറ്ററാണ്. എന്നാൽ വീതി എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ ഡി 33 ആണ്. സമചതുര സ്തംഭാകൃതിയുള്ള നടുകഷ്ണത്തിൻ്റെ പാദത്തിൻ്റെ വശങ്ങൾക്ക് 10 സെമി നീളമുണ്ട്. സ്തംഭത്തിന് 20 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി 500 π/cm². നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സമാന്തര ശ്രേണി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. അടുത്തത് 5/16 ദശാംശ രൂപം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ 0.3125. നെക്സ്റ്റ് വൺ, 78ാമത്തെ ക്വസ്റ്റ്യൻ. 6 പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കുവാൻ 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. എന്നാൽ 5 പൈപ്പുകൾ ഉപയോഗിച്ചാണ് നിറയ്ക്കുന്നതെങ്കിൽ എത്ര സമയം വേണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 96. നെക്സ്റ്റ് വൺ,
ഒരു ക്ലോക്കിലെ സമയം 7:30 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി 45. അടുത്തത് ഏത് നമ്പറിൻ്റെ 35% 21? ആൻസർ ഈസ് ഓപ്ഷൻ എ 60. അടുത്തത് ഇംഗ്ലീഷിൻ്റെ ആണ്. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് ഡാഷ് ഇ ഫ്രം ചെന്നൈ ആൻഡ് എ ദ നോ ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, എ. ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് E from Chennai. Complete the given sentence using a suitable preposition. The proposal and had significant drawbacks. She was angry. Dashed my decision to accept it. Answer എന്താണ്? At. Angry at my decision. Angry at my decision. Next one. Which is the following is correctly spelled? Answer option C ആണ്, lapidary. ഇതാണ് correctly spelled. LAPIDARY. correctly spelling word. Next one. Find the one word a public place for work. A public place for work in one word എന്താണ്? ആൻസർ ഓപ്ഷൻ എ promenade. Promenade എന്നാണ് വർക്ക് പ്ലേസ്. promenade. A public place for work. Next one. She said to him, stay here until your turn comes. Report the given sentence. അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ദെയർ അണ്ടിൽ ഹിസ് ടേൺ കം. അല്ലേ, ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ഹിയർ അണ്ടിൽ ഹിസ് ടേൺ കെയിം. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഡിഫിയാൻസ്? ഡിഫിയാൻസിൻ്റെ ആൻറ്റോണിം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി സബ്മിഷൻ. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ആൻസർ ഓപ്ഷൻ ഡി dishearten. നെക്സ്റ്റ് വൺ. ഐഡൻറ്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് ദ കറക്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച്. അതായത് എ ലോങ് നൈറ്റ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ വിത്ത് ബ്ലഡ് ഹോട്ട് ഐസ്. അവിടെ ബ്ലഡ് ഷോട്ട് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തേക്കുക. അതിൻ്റെ കറക്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് ഇതാണ്. ആഡ്ജക്റ്റീവ്, ആഡ്വർബ്, നൗൺ, വെർബ്. ബ്ലഡ് ഷോട്ടിൻ്റെ ആഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, നൗൺ ആണോ, വെർബ് ആണോ എന്നുള്ളത് നോക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ആഡ്ജക്റ്റീവ്. ബ്ലഡ് ഷോട്ട് എന്നുള്ളത് ആഡ്ജക്റ്റീവാണ്, വിശേഷണം. അടുത്തത് ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഫ്യൂ പീപ്പിൾ സീം ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ന്യൂ റെഗുലേഷൻസ്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഡോണ്ട് ദേ. ഡോണ്ട് ദേ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഡോണ്ട് ദേ. അടുത്തത് കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. എവരി വൺ എക്സ്പെക്റ്റഡ് ഹിം ടു ഡാഷ് വിത്തിൻ എ വീക്ക് ആൻഡ് ഷോട്ട് സക്സീഡിങ്. ഫ്രേസൽ വെർബ് ചേർക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ എ കെയിം അറൗണ്ട്. എവരി വൺ എക്സ്പെക്റ്റഡ് ഹിം ടു കെയിം അറൗണ്ട് വിത്തിൻ എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ്. അടുത്തത് മലയാളം. തൻ പ്ലസ് കൽ പദം കൂട്ടിച്ചേർത്ത് എഴുതുക. ഓപ്ഷൻ എ തൻകൽ. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാന മലയാളം പഴഞ്ചൊല്ല് ഏതാണ്? 92 ഓപ്ഷൻ സി ആണ് ആൻസർ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നെക്സ്റ്റ് വൺ. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ ശരിയായ വാക്യം ഏതാണ്? 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. അടുത്തത് മാങ്ങാക്കറി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹ രൂപം ഏതാണ്? മാങ്ങയാൽ കറി. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഇതാണല്ലേ. ഇത് നമുക്കറിയാം. പിടി കൊമ്പൻ അല്ലേ, പിടാ പൂവൻ, മഹതി മഹ അറിയാം. തെറ്റായ ജോഡി മാനി മാനൻ. നെക്സ്റ്റ് വൺ. ലാഭോച്ചയുടെയുള്ള വിലപേശുന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ സി കുതിര കച്ചവടം. അടുത്തത് കാടെന്നർത്ഥം വരാത്ത പദം ഏതാണ്? കന്ദരം. ബാക്കി കാന്താരം, വിപിനം, അടവി എന്നിവ കാടെന്ന് അർത്ഥമുള്ളതാണ്. നെക്സ്റ്റ് വൺ. താഴ്ത്തുന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രയാസം ആയാസം.
തന്നിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഈസ് ഓപ്ഷൻ സി, യാദൃച്ഛികം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നമോ പ്ലസ് എ. നമ്മെ പ്ലസ് എ എന്നാണ് ആൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും കാണാം. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. LGS ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാണാം. പ്രിലിംസ് എഴുതുന്നവർക്ക് അതിന് വേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടാം. ഇനിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം 1 by 1 ഇടാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. സമയം പോലെ ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. വീണ്ടും കാണാം.